നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6ന്റെ വിന്നർ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ജിൻഡോയോ അതോ ജാസ്മിനോ ആയിരിക്കില്ല. ഇവരെ രണ്ടുപേരെയും കടത്തി വെട്ടിക്കൊണ്ട് നമ്മുടെ അർജുൻ്റെ കുതിപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അൺഒഫീഷ്യൽ പോളുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് വെബ്സൈറ്റുകളുടെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ്റെ ഒരു മികച്ച മുന്നേറ്റം തന്നെയാണ് വോട്ടിങ്ങിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ബിഗ് ബോസിൻ്റെ കറുത്ത കൈകൾ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബിഗ് ബോസ് സീസൺ 6ൽ യാതൊരു വിധത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷനോ അർജുൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഗെയിമിലും കോൺട്രവേഴ്സിയിലെല്ലാം നിറഞ്ഞു നിന്ന രണ്ട് പേരുകളായിരുന്നു ജാസ്മിൻ ആൻഡ് ജിൻഡോ. ജിൻഡോയ്ക്ക് കപ്പടി കൊടുക്കാനുള്ള ഒരു താല്പര്യവും ബിഗ് ബോസ് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എപ്പോഴും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും ജിൻഡോയെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ജാസ്മിന് കപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സപ്പോർട്ടുള്ള ജിൻഡോയെ അവഗണിച്ചു എന്നുള്ള ഒരു വിമർശനം ബിഗ് ബോസ് ടീമിന് നേരിടേണ്ടി വരും. അതിൽ നിന്നൊക്കെ കൈയൊഴിയാൻ വേണ്ടിയിട്ടാണ് അർജുനെ അവർ മുന്നിലേക്ക് വെക്കുന്നത്. വോട്ടിങ്ങിലെല്ലാം അർജുന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്താനുള്ള യാതൊരു വിധത്തിലുള്ള ഒരു പ്രവൃത്തിയും അർജുൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത്രയും ഫാൻ ബേസും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 27% വോട്ടിംഗ് ഷെയറാണ് നമുക്ക് നമ്മുടെ അർജുനനായിട്ട് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ജിൻഡോയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 22% മാത്രമേ ഉള്ളൂ. 3ാം സ്ഥാനത്ത് ജാസ്മിനാണുള്ളത്. 4ാം സ്ഥാനത്ത് അഭിഷേകവും 5ാം സ്ഥാനത്ത് ശ്രീധുവും 6ാം സ്ഥാനത്ത് ഋഷിയുമാണ്. ഈ ആഴ്ച ഒരു മിഡ് വീക്ക് എവിഷൻ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ശ്രീധുവോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഋഷിയോ പുറത്തു പോകുന്നതായിരിക്കും. അതിനുശേഷം ടോപ്പ് 5 ആയിരിക്കും ഉണ്ടായിരിക്കുക. ടോപ്പ് 5 ആയിരിക്കും ഫൈനൽ വീക്കിൽ ഫൈനൽ ഉണ്ടായിരിക്കുക. അതിൽ നിന്ന് ഓരോരാളെ പുറത്താക്കിക്കൊണ്ട് ഫൈനലിൽ കപ്പ് അർജുന് തന്നെ ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമം ബിഗ് ബോസ് ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ട്. നമുക്ക് മുൻ വീക്കുകളിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കമൻസ് ബോക്സിലും അതേപോലെ തന്നെ പോളുകളിലുമൊക്കെ വളരെ പിന്നോട്ടായിരുന്നു അർജുൻ. എന്നാൽ ഈ ഒരു വീക്ക് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ രീതിയിലുള്ള റെസ്പോൺസും അർജുന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന നിരവധി കമൻറ്റുകളും വീഡിയോസുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ അർജുനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ ബിഗ് ബോസിൻ്റെ തന്നെ PR ടീമുകളുണ്ട്. അവർ മാക്സിമം അർജുനെ പുഷ് ചെയ്തുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്തിച്ച് അവസാനം ഫൈനലിൽ ലാലേട്ടൻ കൈപിടിച്ചുയർത്തുന്നത് അർജുനെ തന്നെയായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ നെറികെട്ട ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയാം. അട്ടർ ഫ്ലോപ്പ് എന്ന് പറയാം. കാരണം പ്രേക്ഷകരുടെ വോട്ടിങ്ങിനെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ബിഗ് ബോസ് ക്രൂവിനെ തന്നെയാണ് നമുക്ക് ഈ സീസൺ 6ൽ കാണാൻ സാധിക്കുന്നത്. സീസൺ 5 വരേക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസൊക്കെ പ്രേക്ഷകർക്കിടയിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും സീസൺ 6ലേക്ക് വരുമ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് നിറഞ്ഞാടുന്ന ബിഗ് ബോസ് ടീമിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഈ സീസണ് ചരിത്രത്തിലെ ബിഗ് ബോസിൻ്റെ ഇന്ത്യയിലെ തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇതൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ള ഏറ്റവും നെഗറ്റിവിറ്റി ഫീലുള്ള ഒരു സീസൺ ആയിരിക്കും ബിഗ് ബോസ് സീസൺ 6 എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.